നാട്ടിൽ ചക്കക്കാലമായാൽ രണ്ട് ചക്ക ഇട്ട് നിന്നില്ലെങ്കിൽ ഉറക്കം വരത്തില്ല. എൻ്റെ ഈ മുന്നിൽ കാണുന്ന പ്ലാവുണ്ടല്ലോ, എല്ലാ ദിവസവും വൈകിട്ട് ചക്ക തിന്നാനായിട്ട് ഇവിടെ 3 അതിഥികൾ വരും. അതായത് ചാലിയക്കര, ഉപ്പുഴി, കമ്പിലൈൻ ഭാഗത്താണ് ഞാൻ ഇപ്പം നിൽക്കുന്നത്. ആ ഭാഗത്തൊക്കെ നിരവധി വീടുകളുണ്ട്, ജനവാസ മേഖലയാണ്. വൈകുന്നേരം ആകുമ്പം ആന ഇറങ്ങുക. ആന ഇറങ്ങിയിട്ട് ഈ പ്ലാവിൽ നിന്ന് ചക്ക ഇട്ട് തിന്നും. ഈ പ്ലാവല്ല, 3-4 പ്ലാവുകളുണ്ട്, ജനവാസ മേഖലയാണ്. ഈ പ്ലാവിൽ നിന്ന് ചക്ക ഇട്ട് തിന്നാൻ ആന സ്ഥിരമായിട്ട് വരിക. ഇവിടെ ഒരു പ്രതിരോധ സംവിധാനങ്ങളൊന്നുമില്ല, ജനവാസ മേഖലയാണ്, ആളുകൾ ഭീതിയിലാണ്. ഇതുവരെ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ആന വന്ന് കഴിച്ചിട്ട് പോകുന്നു. പക്ഷേ കൂടുതൽ ആളുകൾ ഓരോ ദിവസം കൂടുന്തോറും കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ചാലിയക്കരയിലെ ചക്കക്കൊമ്പന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇനി കാണുന്നത്. വരിക്കയെന്നോ കൂഴയെന്നോ ഇല്ല, ദിവസവും കുടുംബമായി വന്ന് നല്ല 4 ചക്കയിട്ട് തിന്നില്ലേൽ ഉറക്കം വരാത്ത ഒരു കൊമ്പനുണ്ട് ചാലിയക്കരയിൽ. നമുക്കവനെ തൽക്കാലം ചക്കക്കൊമ്പൻ എന്ന് തന്നെ വിളിക്കാം. കുടുംബമാണോ ചങ്ങാതിമാരാണോ എന്നറിയില്ല. ഒപ്പം കൂട്ടിന് മറ്റ് 2 പേരുമുണ്ട്. വൈകുന്നേരമായാൽ മൂവരും കാടിറങ്ങും. ചാലിയക്കര, ഉപ്പുകുഴി, കമ്പിലൈൻ ഭാഗത്തെ ജനവാസ മേഖലയിലേക്കാണ് വരവ്. പ്ലാവിൽ നിറയെ ചക്കയുണ്ട്. ഇത് കണ്ടിട്ടാണ് അത്താഴത്തിന് വക തേടി നാട്ടിലേക്കുള്ള വരവ്. ചുറ്റും വീടുകളാണ്. അതിരും വേലിയുമൊക്കെ ഇളക്കി മറിച്ച് ഒരു 1.5 വരവാണ്. ചിഹ്നം വിളിച്ച് കാട് കുലുക്കി വന്നാൽ നേരം പുലരും വരെയും കാട്ടാനകൾ വീട്ടുപരിസരത്തൊക്കെ നിലയുറപ്പിക്കും. വീടുകളിലുള്ളവരൊക്കെ ഭീതിയിലാണ്. ഇതുവരെ ആളപായമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ചക്ക തിന്നാൻ വരുന്ന കൊമ്പന്മാരുടെ എണ്ണം നാൾക്കുനാൾ കൂടി വരികയാണ്. ആദ്യം ഒരൊറ്റ കൊമ്പനായിരുന്നു, പിന്നെ ഇത് 2ആയി 3ആയി. ഇനിയും ആനയെണ്ണം കൂടുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ. വീടിന് സമീപത്തെ ആനയിറക്കത്തിന്റെ കഥ നാട്ടുകാരിയായ അനീഷ് ഭവനിൽ അമ്പിളി പറയുന്നത് കേൾക്കാം. ഇതാണ് ഞങ്ങളുടെ വീട്. ഇന്നലെ ഒരു 2 മണിയൊക്കെ ആയി. ഇവിടെ വന്ന് പ്ലാവെ കയറി കാലെടുത്ത് തുമ്പിക്കൈ ആദ്യം വെച്ച് പിന്നെ കാലെടുത്ത് വെച്ച് ചക്ക അടത്തി താഴിട്ട് ഇവിടെ അടത്തി ഇതിന്റെ മൂട്ടിലെടുത്ത് വലിച്ച് താഴോട്ട് കൊണ്ടുപോയി അവിടെ ഇട്ട് ചവിട്ടി പൊട്ടിച്ച് തിന്നുന്നതൊക്കെ. പിന്നെ 3 എണ്ണം ഉണ്ടായിരുന്നു. പുലിയൊക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങളിതുവരെ കണ്ടിട്ടില്ല. പട്ടിയൊക്കെ പിടിച്ചോണ്ട് പോകുന്നുണ്ട്. വീടിന്റെ മുറ്റത്ത് വരെ വന്നിട്ടുണ്ട്. ഇന്നലെ തിന്നിട്ടാണോ? ഇന്നലെ തിന്നേണ്ടി കിടക്കുന്നത്. ഇന്നലെ പകല് ഒരു 3 മണിയാകുമ്പോൾ ഇവിടെ ഉണ്ട്. ഭയങ്കരവാ. ഇടയ്ക്കൊക്കെ വരുന്നുണ്ട്. ഇനിയിപ്പോ ഇന്നലെ പടക്കം പൊട്ടിച്ച് ഏതാ അതോ അത് ഇയാള് കേറി കാലിൽ തുമ്പിക്കൈച്ചൊക്കെ പിടിക്കുമ്പോഴൊക്കെ ഇങ്ങനെ തള്ളുന്ന സമയത്ത് അതിന്റെ ഇത് ഇളകി പോകുന്നതാ. അതിന്റെ തോടുകൾ കണ്ടോ അതേ കിടക്കുന്ന. ഇവിടെ വരാണ്ട് ഇവിടെ നിന്ന് ചക്ക അടക്കമായിരുന്നു. അതെല്ലാം അനുവറിച്ച് തന്നെ കാണണ്ട. ചക്ക കണ്ട തിന്നേക്കുന്നുണ്ടോ? പഴുത്ത ചക്ക വരും വരാതിരിക്കത്തില്ല. ഇവരൊരു കുലുത്തുണ്ട് പിന്നെ. അന്നേരം ഞെടുപ്പേന്ന് തീർന്ന് താഴെ വീഴും. അത് കൂട്ടത്തിൽ നിൽക്കുന്നത് കൊണ്ടേ ഞെടുപ്പ് അനങ്ങുമ്പോ താഴെ വീഴും. കുലുക്കിട്ട് തന്നെ എന്തോ ചില ദിവസങ്ങളിൽ ഞങ്ങൾ ഈ പ്ലാവ് കിടന്ന് കുലുങ്ങുന്ന സൗണ്ട് കേൾക്കുമ്പോഴാണ് ഞങ്ങൾ ഇറങ്ങി നോക്കുന്നത്. അങ്ങനെ കടം മൂട്ടി ഞാനാ നിൽക്കുന്നത്. 4 പാടും കിടങ്ങുകളും വേലിയുമൊക്കെ ഉണ്ടെങ്കിലും കാട്ടുകൊമ്പന്മാർ അതൊക്കെ ചാടിക്കടന്ന് ഇങ്ങോട്ട് പോരും. വനം വകുപ്പിന്റെ സോളാർ വേലി ഉണ്ടെങ്കിലും എല്ലാം തകർന്ന് കണക്ഷൻ ഇല്ലാതെ കിടപ്പാണ്. കാട്ടാന ശല്യം ഭയന്ന് പ്ലാവിലെ ചക്ക അടപടലം വെട്ടിക്കളഞ്ഞെന്ന് നാട്ടുകാരിയായ സരസമ്മ ചേച്ചി പറയുന്നു. ആനശല്യം ഭയങ്കരമായിട്ട് ആനശല്യമാ. ഈ പ്രാവശ്യം എന്റെ പറമ്പിനകത്ത് വന്ന് 5-6 വട്ടം വേലി പൊളിച്ച് ഭയങ്കര ശല്യമാ. രാത്രി ഉറങ്ങാനേ പറ്റത്തില്ല. ചക്ക എടുത്താൻ ചക്ക എപ്രാവശ്യം വെട്ടി കളഞ്ഞേക്കുന്നുണ്ടോ സാറ്? മൊത്തം കൊപ്പിറക്കി ഇത്രയും ആയ ചക്ക മൊത്തം വെട്ടി കളഞ്ഞ് മേടിച്ച്. ഭയങ്കര ശല്യമാ. ഈ ഒരു സൈഡ് 7 പ്രാവശ്യം കിട്ടിയത്. പിന്നെയും കെട്ടുക പൊളിക്കുക. എന്ത് ചെയ്യാൻ പറ്റും? അല്ലാത്ത വേലിക്ക് ഇപ്പൊ ഞങ്ങൾ നിവർത്തിയില്ലല്ലോ. അത് പോയി സാറേ, അത് പോയി കിടക്കില്ലാണ്ട്. ഭയങ്കര ശല്യമാ. ഞങ്ങൾക്ക് അത് വേറെ എങ്ങോട്ടും പോകാനും വഴിയില്ല. ഞാൻ തന്നെ ഒരു കാൽപ്പേരും എല്ലാം ശല്യ. ആനയുണ്ട്, പെരുമ്പാമ്പുണ്ട്, പുലിയുണ്ട്, നായാട്ടുകാരുണ്ട്. ഇല്ലാത്തൊന്നുമില്ല. കാട്ടുപോത്തുണ്ട്. കാട്ടാന മാത്രമല്ല, പുലിയും പന്നിയും മ്ലാവുമൊക്കെ മുറ പോലെ നാട്ടിലേക്ക് അടിക്കടി വരുന്നുണ്ട്. ഇവരുടെ ആശങ്കയ്ക്ക് അടിയന്തര പരിഹാരം അത്യാവശ്യമാണ്. മുൻപ് ആനയും പന്നിയുമൊക്കെ നാട്ടുകാരെ ആക്രമിച്ച വാർത്തകളും ചാലിയക്കര ഉപ്പുകുഴിയിൽ നിന്ന് കേട്ടതാണ്. ആന ഇന്നലെ മിനിഞ്ഞാന്ന് രാത്രി വന്ന് അയ്യത്ത് കയറി വാഴയെടുത്ത് പിന്നെ ചേമ്പ് പിന്നെ വലിച്ചു വീഴുത്. തെങ്ങെ നോക്കിയിട്ടാ പോയത്. തെങ്ങെടുത്തില്ല. പിന്നെ വേലിയെല്ലാം ചവിട്ടി പൊളിച്ച് എന്നിട്ട് ഇറങ്ങി ചക്ക തെള്ളിയിട്ട് തിന്ന്. പിന്നെ ഇന്നലെ പകല് 3 മണിക്ക് വന്ന് അവർ ഓടിച്ചിട്ട് പോയില്ല. പിന്നെ ഞാൻ 7 മണിയായപ്പോൾ വന്നു. വീണ്ടും അവിടെ രാവിലെ മുട്ടി തന്നെ ഇന്ന്
അതായത് മേലോട്ട് കൈ കുത്തി മേലോട്ട് കയറി നിന്നോണ്ട് കുത്തി ഇറങ്ങിയ. എന്നിട്ട് ഞാൻ വന്ന് കരച്ചു ഉടനെ ആന പോയി. ന്യൂസ് ബ്യൂറോ, പുനലൂർ.